ഏവർക്കും ലേൺ വിത്ത് രജിത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSC 2016 നടത്തിയ HSA നാച്ചുറൽ സയൻസ് പരീക്ഷയിലെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മറ്റ് ഓപ്ഷൻസും എന്താണ് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. 16ാമത്തെ ചോദ്യം ഇതായിരുന്നു: മീനിങ്ഫുൾ ടീച്ചർ മൂവ്മെൻറ്റ്സ് ആർ എംബസൈസ്ഡ് ഇൻ ദ സ്കിൽ ഓഫ് എ blackboard writing, B discussion, C stimulus variation, D classroom management. ആൻസർ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ സി, സ്റ്റിമുലസ് വേരിയേഷൻ. ഇവിടെ ചോദ്യം ഇതാണ്: മീനിങ്ഫുൾ ടീച്ചർ മൂവ്മെൻറ്റ്സ് ആർ എംബസൈസ്ഡ് ഇൻ ദ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. മീനിങ്ഫുൾ ടീച്ചർ മൂവ്മെൻറ്റ് എന്ന കമ്പോണൻറ്റ് താഴെ പറയുന്നവയിൽ ഏത് ടീച്ചിങ് സ്കില്ലിൻ്റേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന ടീച്ചിങ് സ്കില്ലിലെ കമ്പോണൻറ്റ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. സ്റ്റിമുലസ് വേരിയേഷൻ എന്നാൽ ചേഞ്ച് ഇൻ സ്റ്റിമുലി എന്നാണ്. സ്റ്റിമുലസ് വേരിയേഷനിൽ വരുന്ന components: teacher movements, teacher gestures, teacher change in voice, teacher change in interaction style, posing, oral visual switching, physical involvement of the students. These are the major components of stimulus variation teaching skill. അപ്പോൾ സ്റ്റിമുലസ് വേരിയേഷൻ ടീച്ചിങ് സ്കില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്പോണൻസ് എന്നത് ടീച്ചറുടെ മൂവ്മെൻറ്റ്സ്, ജസ്റ്റേഴ്സ്, ടീച്ചറുടെ വോയിസ് ചേഞ്ച്, ടീച്ചറുടെ ഇൻട്രാക്ഷൻ സ്റ്റൈലിലുള്ള ചേഞ്ച്, ക്ലാസ് റൂമിൽ ടീച്ചറുടെ പോസിങ്, ഓഡിയോ വിഷ്വൽ സ്വിച്ചിങ് ഓർ ഓഡിയോ വിഷ്വൽ ചേഞ്ചിങ് ആൻഡ് ദ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. 17ാമത്തെ ചോദ്യം ഇതായിരുന്നു: Which among the following describes the relationship between the teacher and pupils in a classroom which follows concept attainment model? A. Syntax, B. Social system, C. Principles of reaction, D. Support system. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ ബി, സോഷ്യൽ സിസ്റ്റം. ചോദ്യം എന്താണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. വിച്ച് among the following describes the relationship between teacher and the students or the pupils in classroom which follows in concept attainment model? Answer, social system. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അല്ലെങ്കിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ക്ലാസ് റൂമിലെ റിലേഷൻഷിപ്പിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസിൽ ഏത് കമ്പോണൻസ് ആണ് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ക്ലാസ് റൂമിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്? വിച്ച് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം in which follows concept attainment model or any other model. ഇവിടെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിന് വെറുതെ തന്നിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലും ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ക്ലാസ് റൂം റിലേഷൻഷിപ്പിനെ സോഷ്യൽ സിസ്റ്റം എന്നാണ് പറയുക. എന്നാൽ ഈ സിൻറ്റാക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം ഇവ എന്താണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ദ എലമെൻറ്റ്സ് ഓർ കമ്പോണൻസ് ഓഫ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് സിൻറ്റാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, ഇൻസ്ട്രക്ഷൻ ആൻഡ് നർച്ചർ ആൻഡ് എഫക്റ്റ് എന്നിവയാണ്. ഈ 5 എലമെൻറ്റ്സിനെയാണ് കമ്പോണൻസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഓർ എലമെൻറ്റ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. സിൻറ്റാക്സ് എന്നാൽ മോഡലിൻ്റെ ഫേസസ് അല്ലെങ്കിൽ സ്റ്റെപ്സിനെയാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. മോഡൽ എന്താണോ നമ്മൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത്, അല്ലെ ക്ലാസ് റൂമിൽ നമ്മൾ
എന്ത് ആക്ടിവിറ്റീസ് ആണോ ചെയ്യിക്കുന്നത് ആ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ആ സ്റ്റെപ്സിനെ ആ ഫേസസിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുക. ബിക്കോസ് സിൻടാക്സ് ഡിസ്ക്രൈബ് മോഡൽ ഇൻ ആക്ഷൻ എന്നാണ് പറയുക. ദെൻ സോഷ്യൽ സിസ്റ്റം എന്നാൽ സ്ട്രക്ചർ ഓഫ് ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. അവിടെ ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്പ് ഇൻ ക്ലാസ് റൂം എന്ന് നമ്മൾ പറയുന്നു. ദാറ്റ് ഈസ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നു. സോഷ്യൽ സിസ്റ്റത്തെ പ്രധാനമായും 3ആയി തരംതിരിക്കാം: ഹൈലി സ്ട്രക്ചേർഡ്, മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് ആൻഡ് ലൂസ്ലി സ്ട്രക്ചേർഡ്. ഹൈലി സ്ട്രക്ചേർഡ് എന്നാൽ ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂമാണ്. മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് എന്നാൽ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഈക്വൽ ഡോമിനേഷനാണ്. ലൂസ്ലി സ്ട്രക്ചർ എന്നാൽ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ക്ലാസ് റൂമാണ്. സ്റ്റുഡൻസ് ഡോമിനേറ്റഡ് ക്ലാസ് റൂമാണ് ലൂസ്ലി സ്ട്രക്ചേർഡ് എന്ന്. അപ്പോൾ സോഷ്യൽ സിസ്റ്റം പൊതുവേ നമ്മൾ പറയുന്നത് ഹൈലി സ്ട്രക്ചേർഡ് ആണ്, മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് ആണ്, ലൂസ്ലി സ്ട്രക്ചേർഡ് ആണ്. ചില അധ്യാപകരുടെ ക്ലാസ് മുറികൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അധ്യാപകർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ ക്ലാസ് റൂമിലൊന്ന് അനങ്ങുവാനോ ഉള്ള അവസരം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറയും അധ്യാപകൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, അധ്യാപകൻ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ക്ലാസ് മുറികളെല്ലാം ഹൈലി സ്ട്രക്ചേർഡ് എന്ന് പറയാം. കുട്ടികൾക്ക് അവരുടെ അഭിപ്രായത്തിനും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ശിശു കേന്ദ്രീകൃതമായ ക്ലാസ് മുറികളാണ് ലൂസ്ലി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. മോഡറേറ്റ്ലി എന്ന് പറഞ്ഞാൽ ടീച്ചർക്കും സ്റ്റുഡൻറ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്ലാസ് മുറികളാണ്. അപ്പം സോഷ്യൽ സിസ്റ്റം ഹൈലി ആവാം, ലൂസ്ലി ആവാം, മോഡറേറ്റ് ആവാം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നാൽ ദ റൂൾസ് ഫോളോഡ് ബൈ ദ ടീച്ചർ ഇൻ റെസ്പോണ്ടിങ് ടു ദ ലേണർ, അല്ലെങ്കിൽ റിയാക്ഷൻ പ്രൊവൈഡഡ് ബൈ ദ ടീച്ചർ എന്ന് പറയാം. ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് മുറികളിൽ കുട്ടികളോട് റിയാക്ട് ചെയ്യുന്നത് എന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നത്. എന്ത് റൂൾസാണ് ടീച്ചർ കുട്ടികളുടെ റെസ്പോൺസിന് ഉപയോഗിക്കുക. അപ്പോൾ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ടീച്ചർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിന് ടീച്ചർ എന്ത് റൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ സംശയം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴോ അവർ ടീച്ചറോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴോ ടീച്ചർ എങ്ങനെയാണ് കുട്ടികളോട് റിയാക്ട് ചെയ്യുന്നത്, അതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ആക്ട് ചെയ്യുമ്പോൾ ടീച്ചർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതാണ്. ദെൻ സപ്പോർട്ട് സിസ്റ്റം. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് ആണ്, സപ്പോർട്ട് ഫോർ ടീച്ചിങ് ആണ്. അപ്പോൾ സപ്പോർട്ട് സിസ്റ്റം എന്നത് ടീച്ചിങ് മെറ്റീരിയലോ ലേണിംഗ് മെറ്റീരിയലോ മാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ കോമ്പിറ്റൻസിയോ സ്കില്ലോ ടെക്നിക്കൽ സപ്പോർട്ടിനെയെല്ലാം നമുക്ക് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. ദെൻ അടുത്തത് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൻ്റ് എഫക്റ്റ് ആണ്. ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എഫക്ട്സ് ഓഫ് ടീച്ചിങ് ആണ്. അതിനെ എക്സ്പ്ലിസിറ്റ് എഫക്റ്റ് എന്നോ കൊഗ്നിറ്റീവ് എഫക്റ്റോ എന്നോ പറയാം. അപ്പോൾ ഒരു മോഡൽസ് പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയുക. എന്നാൽ നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എഫക്റ്റ് ഓഫ് ദ മോഡലാണ്, അല്ലെങ്കിൽ ഹിഡൻ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മോഡൽ ക്ലാസ് എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന നേട്ടങ്ങളെയാണ് നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ ഹിഡൻ എഫക്റ്റ്, അല്ലെ ഇംപ്ലിസിറ്റ് എഫക്റ്റ് എന്ന് പറയുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 18ാമത്തെ ചോദ്യം ഇതാണ്: ദ കൊഗ്നിറ്റീവ് പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് നോളേജ് ഈസ് എ അക്കോമഡേഷൻ, ബി എക്വിലിബ്രേഷൻ, സി അഡാപ്റ്റേഷൻ ആൻഡ് ഡി അസിമിലേഷൻ. ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ഡി അസിമിലേഷൻ. ചോദ്യം ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ദ കൊഗ്നിറ്റീവ് പ്രോസസ് ബൗദ്ധികപരമായ പ്രവർത്തനമാണ്. എന്ത് കൊഗ്നിറ്റീവ് പ്രോസസ്സാണ്? ഇൻ്റഗ്രേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ന്യൂ നോളേജ്, വിത്ത് എക്സിസ്റ്റിംഗ് നോളേജ് മീൻസ് എക്സിസ്റ്റിംഗ് സ്കീമ ഓർ പ്രീവിയസ് നോളേജ് എന്ന് പറയാം. അപ്പോൾ ന്യൂ നോളേജിനെയും പ്രീവിയസ് നോളേജിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, കൊഗ്നിറ്റീവ് പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് നോളേജിനെയും ന്യൂ നോളേജിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ ജീൻ പിയാഷെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അക്കോമഡേഷനും ഇക്വിലിബ്രേഷനും അഡാപ്റ്റേഷനും. നമുക്കിവയെ ഓരോന്നും എന്താണെന്നൊന്ന് പരിശോധിക്കാം. ദെൻ ഇക്വിലിബ്രേഷൻ എന്താണെന്ന് നോക്കാം. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ കഗ്നിറ്റീവ് സ്ട്രക്ചർ ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. ഓരോ വ്യക്തികളും അവരുടെ തലച്ചോറ് ആ ചുറ്റുപാടുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനെയാണ് എക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ, ഒരു പുതിയൊരു എൻവയോൺമെൻറ്റ് വരുമ്പോൾ നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന് ആ എൻവയോൺമെൻറ്റിനോട് യോജിച്ചു പോകാൻ പറ്റാതെ വരും. അപ്പോൾ അത് യോജിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് എക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ
ആ ഒരു എൻവയോൺമെൻറ്റുമായി യോജിച്ചു പോകുമ്പോൾ അവിടെ രണ്ട് പ്രവർത്തനമാണ് നടക്കുക, അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ എന്ന്. അപ്പോൾ ഇക്വിലിബ്രേഷൻ എന്താണ്? എപ്പോഴാണോ വി ഡിസ്റ്റർബ്ഡ് ഇൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓർ വി ആർ ഫേസിങ് ഇൻ ഡിസിക്വിലിബ്രിയം, സോ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ടു റീസ്റ്റോർ ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് നോക്കൺ ആസ് എക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്നത് ഒരു പുതിയ സാഹചര്യത്തെയോ അല്ലെങ്കിൽ ഒരു പുതിയ അന്തരീക്ഷത്തെയോ ഒരു പുതിയ പഠന സാഹചര്യത്തെയോ ഒരു പുതിയ വിഷയം പഠിക്കുമ്പോഴോ കുട്ടികൾ അവരുടെ അല്ലെങ്കിൽ ബൗദ്ധിക അവസ്ഥ ഡിസ്റ്റർബ്ഡ് ആവും, അല്ലെങ്കിൽ അവർ ഡിസിക്വിലിബ്രിയത്തിലാവും. അങ്ങനെ ഡിസിക്വിലിബ്രിയത്തിലാവുമ്പോൾ ആ ഡിസിക്വിലിബ്രിയത്തിൽ നിന്നും എക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കും. ആ പ്രോസസ്സാണ് എക്വിലിബ്രേഷൻ. അങ്ങനെ എക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നടക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ് അസിമിലേഷനും അക്കോമഡേഷനും. ദെൻ അടുത്തതായി അഡാപ്റ്റേഷൻ എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞു. എന്താണ് അഡാപ്റ്റേഷൻ? ഡിസിക്വിലിബ്രിയം ഉണ്ടാകുമ്പോൾ അവിടെ അഡാപ്റ്റേഷൻ നടക്കും. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വി അഡാപ്റ്റ് ടു ദ എൻവയോൺമെൻറ്റ് എന്നാണ്. നമ്മൾ ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഒരു പുതിയ പാഠഭാഗം പഠിക്കേണ്ടി വരുമ്പോൾ കുട്ടികളിൽ ഡിസിക്വിലിബ്രിയം ഉണ്ടാവും. അങ്ങനെ ഡിസിക്വിലിബ്രിയം ഉണ്ടാകുമ്പോൾ അവൻ്റെ തലച്ചോറ് തന്നെ എക്വിലിബ്രിയത്തിന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ എക്വിലിബ്രിയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവിടെ അഡാപ്റ്റേഷൻ ഉണ്ട്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ എൻവയോൺമെൻറ്റുമായി അല്ലെങ്കിൽ ആ പുതിയ അറിവുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നതാണ്. അഡാപ്റ്റേഷനിൽ രണ്ട് കോംപ്ലിമെൻ്ററി പ്രോസസ്സാണ് നടക്കുക, അസിമിലേഷനും അക്കോമഡേഷനും. അപ്പോൾ എന്താണ് അസിമിലേഷൻ എന്ന് നോക്കാം. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ അഡോപ്റ്റിംഗ് ന്യൂ സ്കീമ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സ്കീമയാണ്. പ്രീ എക്സിസ്റ്റിംഗ് മീൻസ് ഓൾഡ് സ്കീമ അല്ലെ പ്രീവിയസ് നോളജ്. ന്യൂ സ്കീമ മീൻസ് ന്യൂ നോളജ്. അപ്പോൾ ന്യൂ നോളജുമായിട്ട് പ്രീ എക്സിസ്റ്റിംഗ് നോളജിനെ അല്ലെങ്കിൽ ഓൾഡ് നോളജിനെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻകോർപ്പറേറ്റ് ന്യൂ നോളജ് ഇൻ ടു എക്സിസ്റ്റിംഗ് നോളജ് എന്ന് പറയുന്നു. നമ്മുടെ പുതിയ അറിവിനെ നമ്മുടെ വൈജ്ഞാനിക ഘടനയുള്ള പഴയ അറിവുമായി ബന്ധപ്പെടുത്തുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. സ്കീമ എന്നത് നോളജാണ്, ബേസിക് നോളജാണ്. അപ്പോൾ പുതിയ നോളജിനെ നമ്മുടെ തലച്ചോറിലുള്ള പഴയ അറിവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയാണ് അസിമിലേഷൻ. ഒരു കുട്ടി JCB ആദ്യമായി കാണുകയാണ്. കൊച്ചുകുട്ടി JCB ആദ്യമായി കാണുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് JCB എന്ന് പറയുന്നത് പുതിയൊരു നോളജാണ്, ന്യൂ നോളജാണ്. അപ്പോൾ ഈ ന്യൂ നോളജിനെ കുട്ടി തൻ്റെ പരിചിതമായ നോളജുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ JCB കാണുന്ന കുട്ടി JCBയുടെ ആ ഒരു കയ്യെ ആനയുടെ തുമ്പിക്കൈയുമായി ബന്ധപ്പെടുത്തുകയും അതുപോലെ JCBയുടെ വീലുകളെ വണ്ടിയുടെ വീലുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ JCBയുടെ കയ്യെ ആനയുടെ തുമ്പിക്കൈയായിട്ടും JCBയുടെ വീലുകളെ വണ്ടിയുടെ വീലുകളായും ബന്ധപ്പെടുത്തുന്നു. അങ്ങനെ JCB കാണുമ്പോൾ കുട്ടി ആന വണ്ടി എന്ന് പറയും. JCB ഒരു ന്യൂ നോളജാണ്. അതിനെ കുട്ടിയുടെ മനസ്സിലുള്ള ആനയും വണ്ടിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ആന വണ്ടി എന്ന് കുട്ടി പറയുന്നത് ഇതൊരു അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അക്കോമഡേഷൻ എന്താണ്? അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഓൾട്ടറിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ് ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ ഇൻഫർമേഷൻ എന്നതാണ്. പുതിയ ഒരറിവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മുടെ തലച്ചോറിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ ആ തലച്ചോറുമായി ഈ അറിവ് പൊരുത്തപ്പെട്ടു പോവുകയും, അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ സംസ്ഥാപനം നടത്തുക, അക്കോമഡേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ പുതിയ അറിവ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള അറിവ് മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നു എന്ന് പറയാം. അപ്പോൾ ഒരു ന്യൂ സ്കീമ, ഒരു ന്യൂ നോളജ് നമ്മുടെ തലച്ചോറിലെത്തുമ്പോൾ തലച്ചോറിലൊരു റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മുമ്പ് ഉദാഹരണം പറഞ്ഞത് JCB കാണുന്ന ഒരു കുട്ടി ആദ്യമായി JCB കാണുകയാണ്. അപ്പോൾ ആ കുട്ടി അതിനെ ആന വണ്ടി എന്ന് വിശേഷിപ്പിച്ചു. അത് നമ്മൾ പറഞ്ഞ അസിമിലേഷനാണ്. അപ്പോൾ അധ്യാപകൻ അല്ലെങ്കിൽ മുതിർന്ന ആൾ അല്ലെങ്കിൽ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, മകനെ അത് ആന വണ്ടിയല്ല, അതിന് JCB എന്നാണ് പേരെന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടി JCB എന്ന ഒരു പുതിയ അറിവിനെ തൻ്റെ തലച്ചോറിലേക്ക് ചേർക്കപ്പെടുകയും അങ്ങനെ തലച്ചോറിലുള്ള അറിവിന് ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ JCB പിന്നീട് ആ കുട്ടിയുടെ ഒരു ന്യൂ നോളജ് അല്ല ഒരു ഓൾഡ് നോളജായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. 19. A chemistry teacher, while teaching the structure of atom spontaneously, correlate it with the history by telling about Kanada Muni of ancient India. This is an example of A. Systematic correlation, B. Planned correlation, C. Conscious correlation, D. Incidental correlation. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം.
ആൻസർ ഡി, ഇൻസിഡൻ്റൽ കോറിലേഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു കെമിസ്ട്രി ടീച്ചർ ആറ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർ സ്വാഭാവികമായി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രാചീന ഇന്ത്യയിലെ കണാദ മുനിയുടെ ചരിത്രം ഉദാഹരണമായി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കെമിസ്ട്രി ടീച്ചർ ആറ്റത്തിൻ്റെ ഘടനയെ ചരിത്രപരമായ അറിവുമായി അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യയിലെ കണാദ മുനിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധപ്പെടുത്തൽ എന്തിനുദാഹരണമാണ് എന്നാണ് ചോദിച്ചത്. ഇത് ഇൻസിഡൻ്റൽ കോറിലേഷന് ഉദാഹരണമാണ്. ഈ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്നത് ഫിസിക്കൽ സയൻസും അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റും മറ്റ് സബ്ജക്റ്റുകളും തമ്മിലുള്ള കോറിലേഷനാണ്. ടീച്ചർ എന്താ ചെയ്യുന്നത്? ഒരു സബ്ജക്റ്റിനെ മറ്റ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. ദിസ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയാം. കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ്, സയൻസ് സബ്ജക്റ്റ്, അതായത് ഫിസിക്കൽ സയൻസ് ഓർ കെമിസ്ട്രി കോറിലേറ്റഡ് വിത്ത് അതർ സബ്ജക്റ്റ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. നമുക്കറിയാം കോറിലേഷൻ എന്ന് പറയുന്നത് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓഫ് കരിക്കുലമാണ്. ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ് ഓർ റെസിപ്രോക്കൽ. കോറിലേഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വിഷയവും അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ്, കരിക്കുലത്തിലുള്ള ഒരു സബ്ജക്റ്റും കരിക്കുലത്തിലുള്ള മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള ബന്ധത്തെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ പ്രധാനമായി രണ്ട് തരത്തിലാണുള്ളത്: ഇൻസിഡൻ്റൽ കോറിലേഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ. എന്താണ് ഇൻസിഡൻ്റൽ കോറിലേഷൻ നോക്കാം. ഈ നാച്ചുറൽ കോറിലേഷനാണ്. ഈ കോറിലേഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് ഈച്ച് ടോപ്പിക് വിത്ത് അലൈഡ് മെറ്റീരിയൽ ഫ്രം അതർ സബ്ജക്റ്റ് എന്നാണ്. നമ്മൾ ഒരു വിഷയത്തിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കിനെ അതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നതിനെയാണ് ഇൻസിഡൻ്റൽ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ ആ സബ്ജക്റ്റിലുള്ള ഒരു കണ്ടന്റിനെ മറ്റ് സബ്ജക്റ്റുകളിലുള്ള വേറൊരു കണ്ടന്റുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റിലുള്ള കണ്ടന്റുമായി കോറിലേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അവിടെ ഇൻസിഡൻ്റൽ കോറിലേഷനാണ്. ബിക്കോസ് ദ സക്സസ് ഓഫ് ഇൻസിഡൻ്റൽ കോറിലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ വൈൽഡ് നോളേജ് ഓഫ് ടീച്ചർ ആൻഡ് ദ റീഡിംഗ് ഓഫ് സയൻസ് ടീച്ചർ എന്ന് പറയാം. അപ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വായിക്കുവാനുള്ള കഴിവ്, അഗാധമായ അറിവ് എന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇൻസിഡൻ്റൽ കോറിലേഷൻ സക്സസ് ആവുന്നത്. അപ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും മറ്റ് വിഷയങ്ങളിൽ അഗാധമായ അറിവുണ്ടെങ്കിൽ ആ ടീച്ചർ സ്വാഭാവികമായി ഇൻസിഡൻ്റൽ കോറിലേഷൻ ഉപയോഗിക്കുന്നതിൽ വിജയിച്ചിരിക്കുമെന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് സയൻസിനെ മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ നോക്കാം. അതിനൊരു ഉദാഹരണമാണ് ഒരു കെമിസ്ട്രി ടീച്ചർ വൈൽ ടീച്ചിങ് ദ അയൺ ആൻഡ് സ്റ്റീൽ കോറിലേറ്റ് ഇൻസിഡൻ്റലി വിത്ത് ഹിസ്റ്ററി ബൈ ടെല്ലിംഗ് അബൌട്ട് എ ഫേമസ് ഡൽഹി പില്ലർ ആൻഡ് മെറ്റാലുഗർജിക്കൽ സ്കിൽ ഓഫ് പീപ്പിൾ ഓഫ് ആയുർവേദിക് പീരീഡ്. ഒരു കെമിസ്ട്രി ടീച്ചർ അയൺ സ്റ്റീൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ഇൻസിഡൻ്റലി ആയിട്ട് ചരിത്രത്തിൽ ഡൽഹി പില്ലേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ആയുർവേദ കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ടീച്ചർക്ക് ഈ പാഠഭാഗം പഠിപ്പിക്കാം. ഇതിനെ നമുക്ക് ഇൻസിഡൻ്റൽ കോറിലേഷൻ എന്ന് പറയാം. ദെൻ സിസ്റ്റമാറ്റിക് കോറിലേഷൻ എന്നാൽ ഇറ്റ്സ് എ കെയർഫുൾ ഓർഗനൈസേഷൻ ഓഫ് കരിക്കുലം ഇൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്, അവോയ്ഡിങ് നെസസറി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ അറ്റ് ദ സെയിം ടൈം ഡെവലപ്പിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ഫ്രം ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. ഇവിടെ സിസ്റ്റമാറ്റിക് കോറിലേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഒരു സബ്ജക്റ്റിനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ ഡിഫറെൻറ്റ് സബ്ജക്റ്റിനെ കരിക്കുലം പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ, കരിക്കുലം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ സബ്ജക്റ്റിനെയും അതിന് കോറിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകളുമായി കണക്ട് ചെയ്ത് പോകുന്നതാണ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ദ കെയർഫുൾ പ്ലാനിങ് ഓഫ് കരിക്കുലം. അപ്പോൾ കരിക്കുലത്തിൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തുമ്പോൾ, ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തുമ്പോൾ അത് ഒരു കോറിലേറ്റഡ് രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് സിസ്റ്റമാറ്റിക് കോറിലേഷനാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് കോറിലേഷനും ഇൻസിഡൻ്റൽ കോറിലേഷനും തമ്മിലുള്ള വ്യത്യാസം, സിസ്റ്റമാറ്റിക് കോറിലേഷൻ എന്നാൽ കരിക്കുലത്തിൽ തന്നെ ഒരു കോറിലേഷൻ നടപ്പിലാക്കിയിട്ടാണ് ക്ലാസ്സിലേക്ക് പോകുക, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ കരിക്കുലം തയ്യാറാക്കുമ്പോൾ തന്നെ അവിടെ ഒരു കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് കണക്ട് ചെയ്യുന്നു. എന്നാൽ ഇൻസിഡൻ്റൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് അവിടെ കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ എബിലിറ്റി, ടീച്ചർ
വായനാശേഷിയുള്ള മറ്റു വിഷയങ്ങളിൽ നോളജുള്ള ഒരു അധ്യാപികന് അല്ലെങ്കിൽ അധ്യാപകന് മാത്രമേ ഇൻസിഡൻ്റൽ കോറിലേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ, ഒരു സബ്ജക്റ്റിനെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ സിസ്റ്റമാറ്റിക് കോറിലേഷനിൽ കരിക്കുലത്തിൽ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കോറിലേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. 20ാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ഹു റിവൈസസ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ചേഞ്ചസ് ബിഹേവിയർ ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ എവിഡൻസ്? 20ാമത്തെ ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ഹു റിവൈസസ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ചേഞ്ചസ് ബിഹേവിയർ ഇൻ ലൈറ്റ് ഓഫ് ന്യൂ എവിഡൻസ്? എ. ക്യാരക്ടറൈസേഷൻ, ബി. അഡാപ്റ്റേഷൻ, സി. ഒറിജിനേഷൻ, ഡി. ഇവാലുവേഷൻ. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ എ. ക്യാരക്ടറൈസേഷൻ. ചോദ്യം ഒന്ന് വിശദമായി പരിശോധിച്ചാൽ, വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ഹൂ റിവൈസസ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ എവിഡൻസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എബിലിറ്റിയാണ് ഒരു വ്യക്തിയുടെ ജഡ്ജ് ചെയ്യാൻ, അതുപോലെ തന്നെ തൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഒരു ന്യൂ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു പുതിയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് പെരുമാറ്റങ്ങളിൽ വ്യത്യാസമുണ്ടാകാനും അയാളുടെ ജഡ്ജ്മെൻറ്റിൽ വ്യത്യാസമുണ്ടാകാനും സഹായിക്കുന്ന എബിലിറ്റി ഏതാണ് എന്നാണ്. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു വ്യക്തിയുടെ ഏത് തരത്തിലുള്ള കഴിവുമായി ബന്ധപ്പെട്ടതാണ്. ഭൗതികപരമായ കഴിവാണോ, അതുപോലെ തന്നെ വൈകാരികപരമായ കഴിവാണോ, അതുപോലെ തന്നെ ചാലകപരമായ കഴിവാണോ എന്ന് പരിശോധിക്കാം. ഒരുപക്ഷെ നമുക്ക് ജഡ്ജ്മെൻ്റ് എന്നൊക്കെ കാണുമ്പോൾ അത് ഭൗതികപരമായ ഒരു കഴിവാണെന്ന് വിചാരിക്കാം, പക്ഷെ അല്ല. വൈകാരികപരമായ കഴിവാണ്. ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റവും ജഡ്ജ്മെൻറ്റ് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് വൈകാരികപരമായ മാറ്റമാണ്. അപ്പോൾ ശരിക്കും ഇതൊരു അഫക്റ്റീവ് ഡൊമെയിനുമായിട്ട്, ബ്ലൂംസിലെ ടാക്സോണമിയിലെ അഫക്റ്റീവ് ഡൊമെയിനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇതിൽ അഫക്റ്റീവ് ഡൊമെയിനിലെ ഒബ്ജക്റ്റീവ്സ് ഈ താഴെ പറയുന്നതിൽ ഏതാണെന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇവാലുവേഷൻ എന്നത് കൊഗ്നിറ്റീവ് ഡൊമെയിനിലെ ഒബ്ജക്റ്റീവാണ്. അഫക്റ്റീവ് ഡൊമെയിനിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എ. ക്യാരക്ടറൈസേഷനാണ്. ഒറിജിനേഷനും അഡാപ്റ്റേഷനും സൈക്കോമോട്ടർ ഡൊമെയിനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം വൈകാരിക മേഖല, അഫക്റ്റീവ് ഡൊമെയിനെ ക്ലാസിഫൈ ചെയ്തത് ബ്ലൂമും ക്രാത്തോളും കൂടാണ് 1964. അവിടെ പറഞ്ഞിരിക്കുന്നത് മൂല്യങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നത്, അല്ലെങ്കിൽ മൂല്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവവൽക്കരണം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വൈകാരിക മേഖല വികസിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് റിസീവിങ് ആണ്. ഏതൊരു മൂല്യങ്ങൾ കിട്ടിയാലും അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു കഴിവാണ് റിസീവിങ് എന്ന്. ആ കിട്ടിയ മൂല്യങ്ങളെ ജീവിതത്തിൽ അനുസരിക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് പ്രയോഗിക്കാനുള്ള കഴിവാണ് റെസ്പോണ്ടിങ്. അങ്ങനെ പ്രയോഗിച്ചു കഴിയുമ്പോൾ ആ മൂല്യത്തോടൊരു വിശ്വാസം നമുക്കുണ്ടാവും, ഒരു വില നമുക്കുണ്ടാവും, അതാണ് വാല്യൂയിങ്. അങ്ങനെ വില കൽപ്പിക്കുമ്പോൾ ആ സ്വഭാവത്തെ നമ്മുടെ വ്യവഹാരത്തിലേക്ക്, നമ്മുടെ പെരുമാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിലേക്ക് നമ്മൾ ചേർക്കുന്നു. അതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് അത് മാറുകയാണ്. നമ്മൾ സ്വയം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വഭാവമായി ആ ഒരു മൂല്യം മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ അഫക്റ്റീവ് ഡൊമെയിനിലെ ഏറ്റവും ഉയർന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷനാണ്. അപ്പോൾ ഒരു പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാക്കാനും അല്ലെങ്കിൽ തൻ്റെ വിലയിരുത്തുകളെ മാറ്റാനുള്ള ഒരാളുടെ കഴിവെന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവലാണ്, ക്യാരക്ടറൈസേഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പെട്ടെന്ന് ഉദാഹരണത്തിലൂടെ ഒരു ഓർഡർ ഓർത്ത് വയ്ക്കാൻ പറ്റും. റിസീവിങ് എന്ന് പറയുന്ന മൂല്യങ്ങളെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ത് ക്യാരക്ടറാണ്? സത്യം എന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. അപ്പോൾ സത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാന്ധിജി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചുനാളുകളിൽ ഗാന്ധിജിക്ക് അധ്യാപകനും തൻ്റെ മാതാപിതാക്കളും സത്യത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി അത് നല്ലവണ്ണം ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ ആശയങ്ങളെ അല്ലെങ്കിൽ ആ കഥകളെ അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റിസീവിങ്. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഗാന്ധിജിക്ക് സത്യമെന്ന മൂല്യം ഒന്ന് പ്രതികരിച്ചാലോ എന്ന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നു. ഒരിക്കൽ ക്ലാസ്സിൽ DO എന്ന ഡിക്റ്റേഷൻ ഇട്ടപ്പോൾ തനിക്ക് കുറച്ച് വാക്കുകൾ തെറ്റിപ്പോവുകയുണ്ടായി. അപ്പോൾ ക്ലാസ്സിലെ അധ്യാപകൻ അടുത്തിരിക്കുന്ന ആളുടെ നോക്കി എഴുതിക്കോളൂ എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഗാന്ധിജി സത്യസന്ധമായിട്ടാണ് ഓരോ പദങ്ങളും തൻ്റെ ബുക്കിൽ കുറിച്ചത്.
അങ്ങനെ DO ആൻസർ പരിശോധിക്കുന്നു. എല്ലാ കുട്ടികളുടെയും മുഴുവൻ ചോദ്യങ്ങളും അല്ലെങ്കിൽ മുഴുവൻ പദങ്ങളും ശരിയാണ്. എന്നാൽ ഗാന്ധിജിയുടേത് 1-2 തെറ്റുണ്ട്. അപ്പോൾ Dക്ക് മനസ്സിലാകുന്നു ഗാന്ധിജി മാത്രമാണ് സത്യസന്ധമായി ഉത്തരം എഴുതിയെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഗാന്ധിജിയെ DO അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗാന്ധിജിക്ക് അതൊരു വാല്യൂ ആണെന്ന് മനസ്സിലായി. താൻ സത്യം ചെയ്തപ്പോൾ സത്യത്തോടൊരു വിശ്വാസം അല്ലെങ്കിൽ പ്രതിബദ്ധത ഗാന്ധിജിക്കുണ്ടായി. അതാണ് വാല്യൂയിങ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിബദ്ധത ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സ്വഭാവത്തെ, സത്യമെന്ന സ്വഭാവത്തെ അത് ഗാന്ധിജിയുടെ വ്യവഹാരത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സ്വഭാവത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. അങ്ങനെ ഗാന്ധിജിയുടെ ഒരു ബിഹേവിയർ ചേഞ്ചാണ് അവിടെ ഉണ്ടാകുക. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ. പിന്നീട് അത് ഗാന്ധിജിയുടെ സ്വഭാവമായി മാറുന്നു. അല്ലെങ്കിൽ സത്യം ഗാന്ധിജിയുടെ സ്വഭാവ ശൈലിയെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ. സോ റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്